എല്ലാവർക്കും നമസ്കാരം. ജീവിതം എന്നത് നിരന്തരമായ തീരുമാനങ്ങളുടെ ഒരു പരമ്പരയാണ്. ഓരോ നിമിഷവും നമ്മൾ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില തീരുമാനങ്ങൾ ലളിതമായിരിക്കാം, എന്നാൽ മറ്റു ചിലത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക? ഈ വീഡിയോയിൽ അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ തീരുമാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു നല്ല തീരുമാനം നമ്മെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുമ്പോൾ ഒരു തെറ്റായ തീരുമാനം ദുഃഖത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടെത്തിക്കാം. വിദ്യാഭ്യാസം, തൊഴിൽ, ബന്ധങ്ങൾ, സാമ്പത്തികം എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രധാന മേഖലകളിലും നമ്മുടെ തീരുമാനങ്ങൾ നിർണായകമാണ്. നമ്മളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ഒരു വലിയ ഫലത്തിലേക്ക് നയിച്ചേക്കാം. ഒരു ഉദാഹരണം നോക്കാം. ഇന്ന് വ്യായാമം ചെയ്യാൻ മടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഭാവിയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു നല്ല നിക്ഷേപം നടത്താനുള്ള തീരുമാനം സാമ്പത്തിക ഭദ്രത നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ തീരുമാനവും ശ്രദ്ധയോടെയും വിവേകത്തോടെയും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം പ്രശ്നം തിരിച്ചറിയുക എന്നതാണ്. ഒരു നല്ല തീരുമാനം എടുക്കുന്നതിനുള്ള ആദ്യപടി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നേടുക എന്നതാണ്. എന്താണ് നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്ര പ്രധാനപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് നമ്മുടെ ലക്ഷ്യത്തെയും ആവശ്യകതകളെയും കുറിച്ച് ഒരു വ്യക്തത നൽകും. ചിലപ്പോൾ പ്രശ്നം വളരെ സങ്കീർണമായി തോന്നിയേക്കാം. അപ്പോൾ അതിനെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്നത് സഹായകമാകും. ഓരോ ചെറിയ പ്രശ്നത്തെയും എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നത് മൊത്തത്തിലുള്ള തീരുമാനത്തെ എളുപ്പമാക്കും. വിവരങ്ങൾ ശേഖരിക്കുക. പ്രശ്നം തിരിച്ചറിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് ആ തീരുമാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്നതാണ്. ഇത് പുസ്തകങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ വിദഗ്ധരിൽ നിന്നോ അല്ലെങ്കിൽ അനുഭവസമ്പന്നരായ വ്യക്തികളിൽ നിന്നോ ആകാം. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. ഓരോ സാധ്യതയെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും അറിയുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം വഴികൾ മുന്നിലുണ്ടാകാം. ഓരോ വഴിയും തിരഞ്ഞെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരിക്കണം. മൂന്നാമത്തേത് സാധ്യതകൾ വിലയിരുത്തുക എന്നതാണ്. വിവരങ്ങൾ ശേഖരിച്ച ശേഷം നമ്മുടെ മുന്നിലുള്ള എല്ലാ സാധ്യതകളെയും ശ്രദ്ധാപൂർവം വിലയിരുത്തണം. ഓരോ സാധ്യതയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങളുമായി ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്ന സാധ്യത ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു കടലാസിൽ ഓരോ സാധ്യതയും എഴുതി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പട്ടികപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമാകും. ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കുമുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ ഒരു സാധ്യത ഹ്രസ്വകാലത്തേക്ക് നല്ലതായി തോന്നിയേക്കാം, എന്നാൽ ദീർഘകാലത്തേക്ക് അത് ദോഷകരമായിരിക്കും. ഒരു തീരുമാനം എടുക്കുക. എല്ലാ സാധ്യതകളെയും വിലയിരുത്തിയ ശേഷം ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ യുക്തിയും വികാരവും ഒരുപോലെ പരിഗണിക്കുക. ചില സമയങ്ങളിൽ യുക്തിപരമായ ഒരു തീരുമാനം ശരിയായിരിക്കാം, എന്നാൽ മറ്റു ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നതിനും പ്രാധാന്യം നൽകേണ്ടി വരും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ തീരുമാനത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. അഞ്ചാമത്തേത് തീരുമാനത്തെ വിലയിരുത്തുക എന്നതാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് നിരീക്ഷിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനും തയ്യാറാകുക. ഓരോ തീരുമാനവും നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു തെറ്റായ തീരുമാനം പോലും ഒരു പാഠമായി കണക്കാക്കാം. അതിൽ നിന്ന് പഠിച്ച് ഭാവിയിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നമ്മെ സഹായിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ചില വഴികൾ നമുക്ക് പരിചയപ്പെടാം. സാഹചര്യത്തെക്കുറിച്ച് നന്നായി ആലോചിച്ച ശേഷം മാത്രം നിഗമനത്തിലെത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കൾ എന്നിവരുമായി നിങ്ങളുടെ ആശങ്കകളും സാധ്യതകളും പങ്കുവയ്ക്കുക. അവരുടെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം. നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഹ്രസ്വകാലത്തേക്കുള്ള ഫലങ്ങൾ മാത്രമല്ല, ദീർഘകാലത്തേക്കുള്ള അനന്തര ഫലങ്ങളും പരിഗണിക്കണം. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം വിവേചന ബുദ്ധിക്കും പ്രാധാന്യം നൽകുക. എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്നില്ല. തെറ്റുകൾ സംഭവിക്കാം. അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ വളർത്തുക. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത്യാവശ്യമാണ്.
നന്നായി ഉറങ്ങുക, വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുക, സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ശാന്തമായി മനസ്സോടെ ചിന്തിക്കുമ്പോൾ കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. തെറ്റായ തീരുമാനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിന് നമുക്ക് നോക്കാം. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു തെറ്റായ തീരുമാനം സംഭവിച്ചാൽ എന്ത് ചെയ്യണം? സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. തെറ്റ് സംഭവിച്ചു എന്ന് അംഗീകരിക്കുക. എന്നാൽ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ആ തീരുമാനം തെറ്റായി മാറിയതെന്ന് വിശകലനം ചെയ്യുക. ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. സാധ്യമെങ്കിൽ നിങ്ങളുടെ തെറ്റായ തീരുമാനത്തെ തിരുത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ ഫലങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശ്വസ്തരായവരുമായി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായം തേടുക. ഓർക്കുക, ജീവിതത്തിലെ ഓരോ തീരുമാനവും ഒരു പുതിയ അനുഭവമാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നത് ഒരു യാത്രയാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് സന്തോഷവും വിജയവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.